ശുഭ്മാൻ ഗിൽ വരുമ്പോൾ സഞ്ജുവിനെ മധ്യനിരയിൽ കളിപ്പിക്കാനാണോ? ശ്രേയസ് അയ്യരെ ഇപ്പോഴും പുറത്തു നിർത്തുന്നത് എന്തിന്? ഏഷ്യ കപ്പ് പോലെ ഒരു ടൂർണമെന്റിൽ ബുംറയെ കളിപ്പിക്കേണ്ടതുണ്ടോ? ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപനത്തിന് പിന്നാലെ ക്രിക്കറ്റ് ആരാധകരുടെയും നിരീക്ഷകരുടെയും ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണിത്. ടീം തിരഞ്ഞെടുപ്പിൽ സെലക്ടർമാർക്ക് വീഴ്ച പറ്റിയതായി അക്കമിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. മലയാളി താരം സഞ്ജു സാംസൺ മധ്യനിരയിൽ ഇറങ്ങേണ്ടി വരുമോ എന്നതാണ് ആരാധകരുടെ പ്രധാന ആശങ്ക. ഉപനായകനായി ശുഭ്മാൻ ഗിൽ ടീമിൽ ഇടം പിടിച്ചതോടെ ഒരു ഓപ്പണറുടെ കാര്യത്തിൽ തീരുമാനമായി. ഗില്ലിനൊപ്പം ആര് ഓപ്പൺ ചെയ്യുമെന്നതാണ് ഇനിയുള്ള ചോദ്യം. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ടീമിലുണ്ട്. തുടക്കം മുതൽ അക്രമശൈലിയിൽ കളിക്കുന്നതിനാൽ അഭിഷേക് ശർമ്മയ്ക്കായിരിക്കും നറുക്കു വീഴുക. അങ്ങനെ വന്നാൽ സഞ്ജുവിന് ഓപ്പണർ സ്ഥാനം ലഭിക്കില്ല. ഗില്ലും അഭിഷേകും ഓപ്പണർമാരായാൽ സഞ്ജുവിന് മധ്യനിരയിൽ ഇറങ്ങേണ്ടി വരും. സമീപകാലത്ത് സഞ്ജു ഇന്ത്യക്കായി 2020 കളിച്ചപ്പോഴെല്ലാം ഓപ്പണറായിരുന്നു. ഇടം കയ്യനായ ഒരു ബാറ്റർ ആദ്യ 4-ൽ വേണമെന്ന തീരുമാനത്തിലേക്ക് എത്തിയാൽ സ്വാഭാവികമായും തിലക് വർമ്മയ്ക്ക് 3-ാം നമ്പറിൽ അവസരം ലഭിക്കും. 4-മനായി സൂര്യകുമാർ യാദവും എത്തും. 5-മനായി ഹർദിക് പാണ്ഡ്യ കൂടി എത്തുന്നതോടെ പ്ലേയിങ് 11-ൽ തന്നെ സഞ്ജുവിന്റെ സ്ഥാനം ചോദ്യചിഹ്നമായേക്കും. അങ്ങനെ വരുമ്പോൾ 6-ാം നമ്പറിൽ ജിതേഷ് ശർമ്മയ്ക്കാകും സാധ്യത കൂടുതലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നതിനൊപ്പം ഫിനിഷർ കൂടിയാണെന്നതും ഡെത്ത് ഓവറുകളിൽ തകർത്തടിക്കാനുള്ള മികവും ടീമിലെ 2-ാം വിക്കറ്റ് കീപ്പർ ആണെങ്കിലും പ്ലേയിങ് 11-ൽ ജിതേഷിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ശ്രേയസ് അയ്യരെ ടീമിൽ എടുക്കാതിരുന്നതിലും ആരാധകർക്ക് എതിർപ്പുണ്ട്. IPL 2025 സീസണിൽ പഞ്ചാബ് കിങ്സിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് ശ്രേയസ്. 17 കളികളിൽ നിന്ന് 175.07 സ്ട്രൈക്ക് റേറ്റിൽ 604 റൺസ് എടുത്ത ശ്രേയസ് റൺ വേട്ടയിൽ 6-മനായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിലും താരം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നതാണ്. എന്നാൽ ഇടം കയ്യൻ ബാറ്റർ ടീമിൽ വേണമെന്ന മുടന്തൻ ന്യായമാണ് തിലക് വർമ്മയെ ഉൾപ്പെടുത്തി ശ്രേയസിനെ പുറത്തിരുത്താൻ കാരണം. മധ്യ ഓവറുകളിൽ സ്പിന്നിനെതിരെ സമർത്ഥമായി കളിക്കാനുള്ള ശ്രേയസിന്റെ കഴിവിനെ സെലക്ടർമാർ കണ്ട ഭാവം നടിച്ചില്ല. ജസ്പ്രീത് ബുംറയെ ടീമിലെടുത്തതിലും വിമർശനം ഉയർന്നിട്ടുണ്ട്. താരതമ്യേന ദുർബലരായ ടീമുകൾ മാത്രമാണ് ഏഷ്യ കപ്പിലുള്ളത്. പാകിസ്ഥാൻ മാത്രമാണ് ഇന്ത്യക്ക് ചെറിയ തോതിലെങ്കിലും വെല്ലുവിളി ഉയർത്തുക. ബുംറയെ പോലൊരു ക്ലാസ് ബൗളർക്ക് ഏഷ്യ കപ്പിൽ വിശ്രമം അനുവദിക്കാമായിരുന്നു എന്നാണ് ആരാധകരുടെ പക്ഷം. ഇടയ്ക്ക് പരുക്കു പറ്റുന്നതിനാൽ താരത്തെ സുപ്രധാന മത്സരങ്ങളിൽ മാത്രമേ കളിപ്പിക്കാവൂ എന്നും ആരാധകർ പറയുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സഞ്ജു ടീമിൽ ഇടം പിടിച്ചതിന്റെ ആവേശത്തിലാണ് മലയാളി ആരാധകർ. ഏഷ്യ കപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനായാൽ ഏകദിന ടീമിലേക്കുമുള്ള സഞ്ജുവിന്റെ സാധ്യതകൾ അത് വർദ്ധിപ്പിച്ചേക്കും.